നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് തവണ കോട്ടുവായ ഇട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ചും അലസത വരുമ്പോഴും ക്ഷീണിക്കുമ്പോഴും ഉറക്കക്കുറവുള്ളപ്പോഴുമെല്ലാം ഇത് സാധാരണമാണ്. ചിലർക്ക് ഒരു ശീലവും കൂടിയാണിത്. എന്നാൽ ഈ കോട്ടുവായ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാം എന്നത് എത്ര പേർക്കറിയാം? ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പാലക്കാട് നിന്നുള്ള ഒരു യുവാവിന് കോട്ടുവായ ഇട്ടതിനു ശേഷം വായ അടയ്ക്കാൻ കഴിയാതെ വന്ന സംഭവം. ആ യുവാവിന് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആ വീഡിയോ കണ്ട പലരും ചിന്തിച്ചു, എന്താണ് ഈ ചെറുപ്പക്കാരന് സംഭവിച്ചതെന്ന്. അദ്ദേഹം നേരിട്ട ആ അവസ്ഥയാണ് TMJ ഡിസ്ലൊക്കേഷൻ. എന്താണ് ഈ TMJ ഡിസ്ലൊക്കേഷൻ എന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ഇതിന്റെ ലക്ഷണങ്ങളും ചികിത്സയും ഒക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് TMJ ഡിസ്ലൊക്കേഷൻ? TMJ അഥവാ ടെമ്പോറോ മാൻഡിബുലാർ ജോയിന്റ് നമ്മുടെ തലയോട്ടിയെയും താടിയെല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന സന്ധിയാണ്. നമ്മൾ സംസാരിക്കുന്നതിനും ഭക്ഷണം ചവയ്ച്ച് കഴിക്കുന്നതിനും വായ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനുമെല്ലാം ഈ സന്ധിക്ക് നിർണായകമായ പങ്കുണ്ട്. ഈ സന്ധിയിൽ നമ്മുടെ കീഴ്ത്താടിയെല്ല് കൃത്യമായ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് വായ എളുപ്പത്തിൽ തുറക്കാനും അടയ്ക്കാനും കഴിയുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ജോയിന്റിലെ സ്ഥാനത്ത് നിന്ന് താടിയെല്ല് തെന്നി മാറാം. ഈ അവസ്ഥയാണ് TMJ ഡിസ്ലൊക്കേഷൻ. പാലക്കാട്ടെ ആ യുവാവിന് സംഭവിച്ചത് ഇതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ വായ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതോടൊപ്പം അതിൽ കഠിനമായ വേദനയും അനുഭവപ്പെടാറുണ്ട്. ഒരു ഡോക്ടറുടെ സഹായത്താൽ മാത്രമേ ഇത് ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് TMJ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത്? സാധാരണയായി ചില ആഘാതങ്ങളാണ് പലപ്പോഴും ഇതിന് കാരണമാകാറുള്ളത്. ഉദാഹരണത്തിന് മുഖത്ത് അടിയേൽക്കുമ്പോഴോ പെട്ടെന്ന് വീഴ്ച സംഭവിക്കുമ്പോഴോ വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുമ്പോഴോ ഒക്കെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാന കാരണം വായ അമിതമായി തുറക്കുന്നതാണ്. നമ്മൾ ശക്തിയായി കോട്ടുവായ ഇടുമ്പോഴോ ഉറക്കെ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡെന്റൽ ചികിത്സയ്ക്കായി ഡോക്ടറുടെ അടുത്ത് വായ കൂടുതൽ നേരം തുറന്നു പിടിക്കുമ്പോഴോ താടിയെല്ല് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെന്നി മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് സംഭവിക്കാം. മറ്റു ചിലപ്പോൾ ക്രമേണയും ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താടിയെല്ലിന് ചുറ്റും നീരും വേദനയും തടിപ്പും അനുഭവപ്പെടുന്നത് ഒരു സുപ്രധാന ലക്ഷണമാണ്. ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് ഡിസ്ലൊക്കേഷന്റെ ഒരു തുടക്ക ലക്ഷണം. വായ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ താടിയെല്ല് ഒരു വശത്തേക്ക് തള്ളി നിൽക്കുന്നതായും കാണാം. ഇനി ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. TMJ ഡിസ്ലൊക്കേഷന്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ സഹായത്തോടെ താടിയെല്ലിനെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. ഇതിനെ മാനുവൽ റിഡക്ഷൻ എന്ന് പറയുന്നു. വേദന കുറയ്ക്കുന്നതിനുമുള്ള മരുന്നുകളും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഫിസിയോതെറാപ്പി, ഡെന്റൽ ചികിത്സ, ചിലപ്പോൾ സർജറി പോലും വേണ്ടി വന്നേക്കാം. ഇനി ഇത്തരം ലക്ഷണങ്ങൾ ആർക്കെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും ഭയപ്പെടാതെ സമയം കളയാതെ ഒരു ഡോക്ടറെ സമീപിക്കുക. കൃത്യമായ ചികിത്സയിലൂടെ ഈ അവസ്ഥ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുക.